ഏവർക്കും നമസ്കാരം. ഡൽഹിയിൽ ഇതാ രണ്ടാമത്തെ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നു. പാറ്റ വിപ്ലവത്തിൽ നിന്ന് ചൂല് വിപ്ലവത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിൽ രാജ്യത്ത് E20 പെട്രോൾ ആരെയും അറിയിക്കാതെ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ രാജ്യത്ത് നടപ്പാക്കിയത് സംബന്ധമായി ഇത് അറിഞ്ഞതിൽ കൂടെയും ഇതുമൂലം ഉപഭോക്താക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ കൂടെയും ഉരുത്തിരിഞ്ഞു വന്ന ജനരോഷത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം ഒരു സംരംഭം ആം ആദ്മി പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ഒരുപക്ഷെ ഭാരതത്തിൽ അല്പം പോലും സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൻ്റെ അടിവാരത്തിൽ കിടക്കുന്നവര് മാധ്യമ സുഹൃത്തുക്കളാണ്, മാപ്രകളാണ്. സർക്കാർ പറയുന്നത് അനുസരിച്ചല്ലാതെ, സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വളം വെച്ച് കൊടുക്കുന്നതല്ലാതെ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പാവപ്പെട്ട മാപ്രകൾക്കില്ല എന്നത് ഇപ്പോൾ വളരെ സ്പഷ്ടമായി ഏവരും തിരിച്ചറിയുന്ന, മറച്ചുകൂടാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവരെ വിമർശിച്ചിട്ട് അതൊരു കാര്യമല്ല, അവരെ പറ്റി നമുക്ക് സഹതാപമാണ് തോന്നേണ്ടത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് നമുക്കങ്ങ് മാറ്റിവെക്കാം. അപ്പോൾ ഇന്നലെ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്, അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഭാരതത്തിൽ E20 പെട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നതാണ്. അതിനു മുമ്പ് വരെയും പറയപ്പെട്ടത് ഗഡ്കരിയുടെ 2 മക്കൾ ഈ എത്തനോൾ മാനുഫാക്ചർ എന്ന ഫീൽഡിലാണ്. അവർക്ക് ഈ 2023 ശേഷം ഗണ്യമായ സ്വത്ത് വർധനവുണ്ടായിട്ടുണ്ട്. അവർ ഇപ്പോൾ കോടീശ്വരന്മാരാണ് എന്നുള്ളതാണ്. ആ ഒരു വെളിപ്പെടുത്തൽ നിലവിലിരിക്കെ തന്നെ അതങ്ങനെയല്ല എന്നാരും പറയുന്നില്ല. അതിന് ഉപരിയായി അങ്ങ് ദൂരെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഭാരതത്തിലെ ജനം ഈ E20 പെട്രോൾ ഉപയോഗിക്കാൻ നിർബന്ധിതരായത് എന്ന വെളിപ്പെടുത്തലാണ് ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുന്നത്. E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉപഭോക്താക്കൾക്ക് 2 സ്പഷ്ടമായ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് സർക്കാർ തന്നെ പാർലമെന്റിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ആ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാർ കൊണ്ട് ലഭിക്കുന്ന മൈലേജിൽ കുറവ് വരുന്നു. അതെത്രയാണ് എന്ന് കൃത്യമായി പറയുന്നില്ല. അത് 3%, 5%, 10% നമുക്കറിയില്ല. ഏതായാലും സാധാരണക്കാരന് നഷ്ടം തന്നെ, അത് യാതൊരു സംശയമില്ല. അപ്പോൾ ഭാരതത്തിലെ ജനങ്ങളുടെ താല്പര്യമോ ക്ഷേമമോ ലാഭമോ കണക്കാക്കിയിട്ടല്ല നമുക്ക് ഈ E20 പെട്രോൾ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സ്പഷ്ടമാണ്. ഇതിനെപ്പറ്റി മുൻപ് ഇതിൻ്റെ ചുമതലയിലുള്ള മന്ത്രിയായ ഗഡ്കരി പറഞ്ഞത്, എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ ഭാരതത്തിൽ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ പെട്രോളിന് ഗണ്യമായ വിലക്കുറവ് വരും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സർക്കാർ മോദിയുടെ നേതൃത്വത്തിൽ അനേക വാഗ്ദാനങ്ങൾ നമ്മോട് നടത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും 15 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നത് തൊട്ട്
ഭാരതത്തിലെ യുവതീയുവാക്കന്മാർക്ക് വർഷം തോറും 2 കോടി ജോലികൾ വെച്ച് വർദ്ധിപ്പിച്ച് നൽകിയത് തൊട്ട് അങ്ങനെ അനേക വാഗ്ദാനങ്ങൾ നൽകുകയും അതൊക്കെ പിന്നെ കളിതമാശയായിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും മോദി ഇപ്പോഴും ഗ്യാരണ്ടി, മോദിക്ക് ഗ്യാരണ്ടി ഹെ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ നൽകുന്ന ഗ്യാരണ്ടി മോദി ഭഗവാനായതുകൊണ്ട് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. ഇങ്ങനൊരു അവസ്ഥ ഭാരതത്തിലല്ല, ലോകത്തൊരിടത്തും, ആഫ്രിക്കയിലുള്ള ഏറ്റവും പിന്നോക്കമായ ഒരു രാജ്യത്ത് പോലും ഇങ്ങനെയുള്ളൊരവസ്ഥ നമുക്ക് വിഭാവനം ചെയ്യാൻ സാധ്യമല്ല എന്നത് നമ്മുടെ പ്രത്യേകമായ ഒരു സവിശേഷതയും നേട്ടവുമാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും നേട്ടം വേണമല്ലോ. അപ്പോൾ E20 എന്ന് പറഞ്ഞാൽ 80% പെട്രോളും 20% എഥനോളും. ഇപ്രകാരമുള്ള പെട്രോൾ ഉപയോഗിക്കാൻ തക്കതായ എഞ്ചിനുകളല്ല ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം കാറുകളിലും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ മൈലേജിൽ കുറവ് വരുന്നു എന്നത് മാത്രമല്ല, പിന്നെയോ അതിനേക്കാൾ കൂടുതലായി അങ്ങനെ ഉപയോഗിക്കുന്ന കാറുകളിലെ എഞ്ചിനുകൾക്ക് കേടുവരുന്നു എന്നതും കേന്ദ്രമന്ത്രി പാർലമെന്റിൽ സമ്മതിച്ചതാണ്. അപ്പോൾ 2 തരത്തിലുള്ള ഗണ്യമായ നഷ്ടമാണ് രായ്ക്ക് രാമാനോ ആരും അറിയാതെ ഭാരതത്തിലെ സാധാരണ ജനങ്ങളുടെ തലയിൽ എടുക്കാനാവാത്ത ഈ ഭാരം വെച്ച് പിടിപ്പിച്ചത്. അച്ഛാദിൻ ആകെയാ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞത് ശരിയാണ്. അച്ഛാദിൻ ആകെയാ, നല്ല ദിവസം വന്നു, പക്ഷെ ആർക്ക് വന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ഇപ്പോൾ നല്ല ദിനങ്ങൾ അച്ഛാദിൻ വന്നത് എന്നതിപ്പോൾ കാലക്രമേണ പതുക്കെ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അദാനിക്കും അംബാനിക്കും അച്ഛാദിൻ വന്നു, ലളിത് മോദിക്കും ചോസ്കിയോ അങ്ങനെയുള്ളവർക്ക് വന്നു, RSSന് അച്ഛാദിൻ വന്നു, മന്ത്രിമാർക്കും അവരുടെ മക്കൾക്കുമൊക്കെ അച്ഛാദിൻ വന്നു, വ്യവസായികൾക്ക് ആകമാനം അച്ഛാദിൻ വന്നു. അങ്ങനെ പല ആളുകൾക്കും അച്ഛാദിൻ വന്നു, നല്ല ദിവസം വന്നു. പാവപ്പെട്ടവൻ്റെ കാര്യം കഷ്ടത്തിലായി, സാധാരണക്കാരൻ ഇപ്പോൾ വെള്ളം കുടിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കഴിഞ്ഞ 12 വർഷങ്ങളിലായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രതിഷേധം അർത്ഥവത്തായി ഭാരതത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, രാഷ്ട്രീയ തട്ടത്തിൽ ആരംഭിക്കുവാനോ നിലനിർത്തുന്നതിൽ കൂടെ ഫലം കണ്ടെത്തുവാനോ ഭാരതത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിഞ്ഞില്ല എന്നത് ഭാരതത്തിൽ പ്രതിപക്ഷം എന്ന ആശയത്തെ തന്നെ വളരെയധികം ശോഷിപ്പിക്കുകയും ബലഹീനമാക്കുകയും ഏതാണ്ട് അപ്രസക്തമാക്കുകയും ചെയ്ത ഒരു ദുരവസ്ഥ തന്നെയാണ്. ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ ഇടയായത് പാറ്റ വിപ്ലവത്തിൽ കൂടെയാണ്. ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും ആളില്ല, അതുകൊണ്ട് ഭരണത്തിൻ്റെ കസേരയിലിരിക്കുന്നവർക്ക് എന്തും ചെയ്യാം, ബാക്കിയുള്ളവർ പഞ്ചപുച്ഛം അടച്ച് അത് സഹിച്ചുകൊള്ളും എന്ന അവസ്ഥയ്ക്ക്, ആ അവസ്ഥയിൽ പ്രത്യാശ കൈവിട്ട് ജനം നിരാശയിലേക്ക് ആണ്ടുപോയ സാഹചര്യത്തിൽ പാറ്റകൾ വന്നാണ്. അങ്ങനെയല്ല, ജനം അവരുടെ ക്ഷേമവും അവകാശവും സംരക്ഷിക്കുന്നതിന് മുൻപോട്ട് വന്നാൽ അത് നേടിയെടുക്കാം എന്ന പ്രത്യാശ ഭാരതത്തിൽ അവതരിപ്പിക്കുന്നത് പാറ്റകളാണ്. ഇത് ആധുനിക ഭാരത ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരൊറ്റ പ്രതിപക്ഷ പാർട്ടിക്ക് പോലും ഭാരതത്തിലെ ജനത്തിൻ്റെ പ്രത്യാശയുടെ മെഴുകുതിരി കത്തിക്കാൻ കഴിഞ്ഞില്ല. വിദേശത്ത് പഠിക്കാൻ പോയ ഒരു ദളിത് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാറ്റയും ആ പാറ്റയുടെ ഹൃദയത്തിൽ തീ കത്തിയത് കണ്ട ആ പാറ്റയോട് ചേർന്ന് പ്രവർത്തിക്കാൻ മുൻപോട്ട് വന്ന ലക്ഷോപലക്ഷം ഭാരതത്തിലെ പാറ്റകളും കൂടെ ചേർന്നാണ് ഈ രാജ്യത്ത് പ്രതിപക്ഷം, ഓപ്പോസിഷൻ എന്ന ആശയം ഇന്നും പ്രസക്തമാണ് എന്ന സത്യം
സന്ദേഹമില്ലാതെ വെളിപ്പെടുത്തുവാനും നമ്മുടെ ഏവരുടെയും ആശ്വാസത്തിന് ആധാരമായി അരക്കിട്ടുറപ്പിക്കാനും ഇടയായത്. ഞാൻ ഇത് സംബന്ധമായി ചെയ്ത കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ പാറ്റ വിപ്ലവത്തിൽ കൂടെ ഏറ്റവും പ്രകടമായി വെളിപ്പെട്ടു വന്ന യാഥാർത്ഥ്യം, ഭാരതത്തിലുള്ള വലിയ കേമന്മാരെന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരും അവർ നയിക്കുന്ന പാർട്ടികളും തികച്ചും നിർവീര്യമാണ്. പ്രതിപക്ഷം എന്ന ആശയം എന്താണ്, അതിലടങ്ങിയിരിക്കുന്ന കടമ എന്താണ്, അതെപ്രകാരമാണ് നിർവഹിക്കേണ്ടത്, ജനങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ അവകാശവും ക്ഷേമവും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ എപ്രകാരമാണ് ഐക്യത്തോടും ഒരുമയോടും കൂടെ പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി ഒന്നുകിൽ അല്പം പോലും ഗ്രാഹ്യമില്ലാത്തവരാണ്, അല്ലെങ്കിൽ അല്പം പോലും വില കൽപ്പിക്കാത്തവരാണ്. അവര് ഒരു ചുക്കിനും യോഗ്യതയില്ലാത്ത, കൊള്ളിക്കാൻ കൊള്ളാത്ത പഴം ചാക്കുകളാണ് എന്ന ഒരവസ്ഥ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ രാഹുൽ ഗാന്ധിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രാഹുൽ ഗാന്ധി വളരെയധികം ധൈര്യം കാണിക്കുന്നുണ്ട്. മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെക്കാളും അദ്ദേഹം അധ്വാനിക്കുന്നുണ്ട്. വെറുപ്പിലും അക്രമത്തിലും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയം, BJP ഭാരതത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം സ്നേഹമാണെന്നും സാഹോദര്യമാണെന്നും, അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അപ്രകാരമുള്ള മൂല്യങ്ങൾ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചില അവസരങ്ങളിൽ കുറച്ച് പ്രത്യാശ ജനിപ്പിക്കുന്ന ശബ്ദങ്ങളെങ്കിലും പുറപ്പെടുവിക്കുവാൻ ഭാരതത്തിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മാത്രമാണ്. യാതൊരു സംശയവും എനിക്കില്ല. എങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഞാൻ ഇതുവരെ കണ്ടതിൽ ഒരു വലിയ പരിമിതിയുണ്ട്. അതെന്തുകൊണ്ടോ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് നിരാശാജനകമാണ്. ആ പരിമിതി മറ്റൊന്നുമല്ല, ഏതെങ്കിലും ഒരു വിഷയത്തെ, ഒരു പ്രശ്നത്തെ സ്വീകരിച്ചുകൊണ്ട് ജനക്ഷേമത്തിൽ മുട്ടി നിൽക്കുന്ന, ജനങ്ങളെ അലട്ടുന്ന, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും ഞെരുക്കവും നിരാശയും നൽകുന്ന ഏതെങ്കിലും ഒരു പ്രശ്നമെടുത്ത് അതിൽ ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ച് വെളിയിലേക്ക് വന്ന്, നിരത്തിലേക്ക് വന്ന് സർക്കാരിൻ്റെ നയങ്ങളെ ആദർശാധിഷ്ഠിതമായി ശക്തിയുക്തം എതിർത്ത് അത് സംബന്ധമായി ഒരു മാറ്റം വരുത്തി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് അവരുടെ വിശ്വാസത്തെ വീണ്ടും വീണ്ടെടുക്കുന്നതിൽ രാഹുൽ ഗാന്ധി വിജയം കൈവരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. പല പല പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട്, അവയെപ്പറ്റി വളരെ വ്യക്തമായും ശക്തമായും വിളിച്ചു പറയുന്നുണ്ട്. മറ്റുള്ള മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാർ മോദിയെ ഭയന്ന് ജീവിക്കുമ്പോൾ, പറയേണ്ടത് പറയാതെ മിണ്ടാതിരിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി വളരെ നിർഭയമായി സാഹസികതയോടുകൂടെ എന്തു വന്നാലും സാരമില്ല, എന്തും അഭിമുഖീകരിക്കാൻ തയ്യാറാണ്, ഏത് വിലയെ കൊടുക്കാൻ തയ്യാറാണ് എന്ന വിധത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. നല്ല അർത്ഥവത്തായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ കോക്രോച്ച് പാർട്ടി നമുക്ക് നൽകിയ ആ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയമെടുത്ത്, ഇപ്പം നീറ്റ് വിഷയത്തെ പറ്റി തന്നെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നു എന്ന പ്രശ്നത്തെപ്പറ്റി രാഹുൽ ഗാന്ധിയും ശബ്ദിച്ചു തുടങ്ങിയതാണ്. പാറ്റകൾ സംസാരിക്കുന്നതിന് മുൻപേ രാഹുൽ ഗാന്ധി പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇതിനെപ്പറ്റി ശബ്ദങ്ങൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഭാരതത്തിൽ ഈ പ്രശ്നത്തെപ്പറ്റി ഇത്രമാത്രം ജനമധ്യത്തിൽ, ജനഹൃദയത്തിൽ രോഷവും പ്രതിഷേധവും മുറ്റി നിന്നൊരു സാഹചര്യത്തെ അഡ്രസ് ഇല്ലാത്ത പാറ്റകൾ പ്രയോജനപ്പെടുത്തിയതുപോലെ ഒരു വൻപൻ
പ്രതിപക്ഷ ശക്തിയായി ജനശക്തിയുടെ പ്രകടനമായി പ്രകടിപ്പിക്കുവാനോ വിഭാവന ചെയ്യുവാനോ പ്രയോജനപ്പെടുത്തുവാനോ അതുമൂലം ഭാരത ജനതയുടെ മധ്യത്തിൽ പ്രത്യാശ ജനിപ്പിക്കുവാനോ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു വിഷയം എടുക്കുന്നു, അതിൽ പറ്റി ചില കാര്യങ്ങൾ പറയുന്നു, പിന്നെ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു. ഈ സമീപനം തെറ്റാണ്, അർത്ഥശൂന്യമാണ്. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ക്രെഡിബിലിറ്റി അടിക്കടി ബലഹീനമാക്കാൻ മാത്രമേ ഈ ഒരു സമീപനം സാധിക്കുകയുള്ളൂ. പല പല പ്രശ്നങ്ങൾക്ക് പുറകെ ഓടുന്നതിന് പകരം ഏതെങ്കിലും ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന, അവരുടെ ക്ഷേമത്തിന് ഏറ്റവും അധികം അപകടം വരുത്തുന്ന ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിൽ ജനങ്ങളുടെ പ്രത്യാശയെ മാനിക്കത്തക്ക അല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് തക്ക ഉയരുന്ന ഒരു സൊല്യൂഷൻ, ഒരു പ്രതിവിധി കണ്ടെത്തുന്നത് വരെ ജനങ്ങളുടെ പക്ഷത്ത് അവർക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും അവരോട് സഹകരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓരോരുത്തരും അവരുടെ പുറമുറ്റം മാത്രം തൂത്തുകൊണ്ടിരിക്കുന്ന, അവരുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മാത്രം മുൻപോട്ട് പോകുന്ന ഈ സമീപനത്തിൽ കൂടെ എല്ലാവർക്കും നഷ്ടമാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഉദാഹരണം മമതാ ബാനർജി തന്നെയാണ്. മമതയുടെ ദർശനത്തിൽ കാര്യമായ പിശക് പറ്റി. വെസ്റ്റ് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ തൻ്റെ സർക്കാരിൻ്റെ കസേര ഉറപ്പിക്കുക എന്നതിനപ്പുറത്ത് രാജ്യത്തെ ആകമാനമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വേണ്ടത്ര പ്രവർത്തന ശേഷിയുള്ളൊരു പ്രതിപക്ഷത്തെ വാർത്തെടുക്കുന്നതിൽ മമതാ ബാനർജി വേണ്ടതുപോലെ താല്പര്യം കാണിച്ചില്ല. അവരെ രക്ഷിക്കാൻ പോയതുകൊണ്ട് അവരുടെ അടിത്തറ പറഞ്ഞു പോയി എന്നത് നമ്മുടെ മുൻപിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ട് പോലും പ്രതിപക്ഷമെന്ന് പറയുന്ന ശക്തികൾ ബുദ്ധി പഠിക്കുന്നില്ല എന്നത് വളരെ നിരാശാജനകമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ, അതായത് ജനകീയ പ്രസ്ഥാനത്തെ നയിച്ച് പ്രതിഷേധത്തെ അർത്ഥവത്താക്കിയ അനുഭവമുള്ള കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ E20-ക്കെതിരെ ഇന്നലെ മുതൽ ഡൽഹിയിൽ സമരം ആരംഭിക്കുന്നത്. ഇനി ഈ സമരം വിജയിക്കുമോ ഇല്ലയോ? എൻ്റെ അഭിപ്രായത്തിൽ ഇത് വിജയിക്കുകയില്ല. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, ഈ സമരത്തിൽ ആം ആദ്മി പാർട്ടിയും അതിനെ നയിക്കുന്ന കേജ്രിവാളും ഒറ്റപ്പെട്ടു പോകാനാണ് സാധ്യത. കാരണം അവർ ഇന്ത്യ സഖ്യത്തോട് സഹകരിക്കാതെ വേറിട്ട് നിൽക്കുന്ന അവരുടേതായ കണക്കുകൂട്ടലുകൊണ്ടായിരിക്കും. അതിനവർക്ക് അവകാശമുണ്ട് ഇല്ല എന്ന അഭിപ്രായം എനിക്കില്ല. അവർ മറ്റുള്ളവരുമായി നിസ്സഹരണത്തിലായതുകൊണ്ട് മറ്റുള്ളവർ അവരോട് സഹകരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ഈ മുഷ്ടിയുള്ള സർക്കാരിനോട് യുദ്ധം ചെയ്ത് ഈ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കൽപ്പ് ആം ആദ്മി പാർട്ടിക്കില്ല. അതുകൊണ്ട് ഏറെ താമസിയാതെ സർക്കാർ ആം ആദ്മി പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ സമരം അടിച്ച് അമർത്തും എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, അത് കേജ്രിവാൾ നടത്തിയ പ്രക്രിയയിൽ തന്നെ അന്തർലീനമാണ്, നടത്തിയ വെളിപ്പെടുത്തലിൽ തന്നെ അന്തർലീനമാണ്. അതെന്താണ്? ഈ പ്രശ്നത്തെ പരിഹരിക്കണമെന്ന് മോദിയും അമിത്ഷായും നിതിൻ ഗഡ്കരിയും താല്പര്യപ്പെട്ടാൽ തന്നെ അത് പരിഹരിക്കാൻ സാധ്യമല്ല. കാരണം ഭാരതത്തിലെ ജനം E20 പെട്രോൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് അവരല്ല തീരുമാനിക്കുന്നത്, അമേരിക്കയാണ് തീരുമാനിക്കുന്നത്. വലിയ ദേശഭക്തിയൊക്കെ പറഞ്ഞ് സ്വാഭിമാനത്തിൻ്റെ വീര്യം ഞങ്ങളുടെ കുപ്പിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ ആളുകൾ ഇതാ ഭാരതത്തെ അമേരിക്കയുടെ മടിയിൽ കൊണ്ടിട്ടിരിക്കുന്നു. ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. നിങ്ങളിൽ ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും, ഇന്ദിരാഗാന്ധി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 7-8 വർഷങ്ങളിൽ
അവരുടെ ജീവനെ ഭയന്നാണ് ഈ നാട് ഭരിച്ചത്. കാരണം CIA അവരെ കൊല്ലും, അവരെ കൊല്ലും, അവരെ കൊല്ലും എന്നത് അവർ വളരെ വളരെ വ്യക്തമായി ഭയപ്പെട്ടിരുന്നതാണ്. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾ ഭാരതത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെ വളരെ ശക്തമായി എതിർത്ത് ഭാരതത്തിൻ്റെ അഭിമാനവും അഖണ്ഡതയും ജീവൻ പണയപ്പെടുത്തി സംരക്ഷിച്ച് നിലനിർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ. എനിക്ക് ഇന്ദിരാഗാന്ധിയുമായി അടുത്ത് പരിചയമില്ല എങ്കിലും അവിടെ ഏറ്റവും ഉറ്റ സുഹൃത്തായ നിർമ്മല ദേശ്പാണ്ഡെ എന്ന ഒരു ഗാന്ധിയൻ നേതാവ് ഉണ്ടായിരുന്നു. അവരുമായി എനിക്ക് വളരെ അടുത്ത പരിചയമാണ്. ഏതാണ്ട് 10-15 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് സ്വാമി അഗ്നിവേശും ഞാനും കൂടെ സ്ഥാപിച്ച റിലിജിയൻസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന പ്രസ്ഥാനത്തിൽ വളരെ ശക്തമായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെന്നോട് ഇന്ദിരാഗാന്ധിയെ പറ്റിയുള്ള അവരുടെ അനുഭവങ്ങൾ ഇംഗ്ലീഷിൽ എഴുതാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് സംബന്ധമായ അനേക കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എഴുതാൻ എനിക്ക് ആ പറഞ്ഞ സമയത്ത് സമയമില്ലായിരുന്നു. പക്ഷേ സമയമൊക്കെ കണ്ടെത്തി വന്നപ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് വന്ന് നിർമ്മല ദേശ്പാണ്ഡെ മരിച്ചുപോയി. നിർമ്മല ദേശ്പാണ്ഡെ ഭൂദാൻ മൂവ്മെൻറ്റിൽ വിനോബ ഭാവയുടെ ഏറ്റവും അടുത്ത ശിഷ്യയായി ജോലി ചെയ്ത ആളാണ്. വിനോബ ഭാവയുടെ കൂടെ 50,000 കിലോമീറ്റർ നടന്ന അനുഭവത്തെപ്പറ്റി അവർ പല കാര്യങ്ങൾ വിശദമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ പ്രസക്തമല്ലല്ലോ. അപ്പോൾ നിർമ്മല ദേശ്പാണ്ഡെ എന്നോട് പറഞ്ഞൊരു കാര്യം, മിസസ് ഇന്ദിരാഗാന്ധി കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ ഇടതും വലതും തലയിണ വെച്ചുകൊണ്ടായിരുന്നു യാത്ര ചെയ്തത്. കാരണം വെടിയുണ്ട വന്നാൽ അത് തടയാൻ തലയിണ സഹായിക്കും എന്നതുകൊണ്ട്. അത്രമാത്രം ജീവനെ ഭയന്നാണ് ഭാരതത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ അന്ന് ജീവിച്ചിരുന്നത് എന്നത് ഒരു പക്ഷേ പൊതുജനത്തിന് അറിയാൻ വയ്യാത്ത കാര്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് തടസ്സമായ ആരെങ്കിലും നിന്നാൽ അവർക്ക് ജീവഹാനി വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. അത് അന്നും ഇന്നുമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പം അതുകൊണ്ട് സ്വന്തം ജീവനെ പണയപ്പെടുത്തി അമേരിക്കയുടെ സമ്മർദ്ദത്തിനെതിരെ നിലപാടെടുത്ത് ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ചങ്കൂറ്റം കാണിച്ച ഒരു പ്രൈം മിനിസ്റ്റർ നമുക്കുണ്ടായിരുന്നു. അവരുടെ പേര് മിസസ് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു എന്ന് നാം ആരും മറന്നു പോകരുത്. അതിനു പകരം അവിടെ നിന്ന് ഉത്തരവിട്ടാൽ ഇവിടെ എഥനോൾ ഒഴുകും എന്നൊരവസ്ഥയിലേക്ക് നാം ഇതാ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഇത് ആർക്കും പ്രശ്നമല്ല. ദേശഭക്തി വിളമ്പിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇതെന്തുകൊണ്ടോ ഒരു അഭിമാനമാണ് എന്നതും നമ്മുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ വിരോധാഭാസം മനസ്സിലാക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് കഴിയുന്നില്ല. പോട്ടെ, അത് മറ്റൊരു പ്രശ്നം. അത് നമ്മുടെ പോക്കറ്റിൽ വന്ന് കടിക്കുമ്പോഴാണ് അത് നമ്മുടേതായ പ്രശ്നമായി മാറും. അപ്പോൾ കേജ്രിവാൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രശ്നം ഭാരതത്തിലെ ഒട്ടുമുക്കാലും എല്ലാ ഭവനങ്ങളെയും ഗണ്യമായി ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ഇതെല്ലാവരുടെയും പ്രശ്നമാണ് എന്നിരിക്കലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഒന്ന് കൂട്ടിച്ചേർത്ത് അവരുടെ പരാതികൾ ഒരു രാഷ്ട്രീയ ശക്തിയായി രൂപാന്തരപ്പെടുത്തി അവർക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ ഇതിനെ ഒരു പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കാനുള്ള കഴിവ് കേജ്രിവാളിനില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കില്ല. ഞാൻ കേജ്രിവാളിനെ വിലമതിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും എനിക്ക് താത്വികമായ യോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ദർശനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും യാഥാർത്ഥ്യബോധമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ആം ആദ്മി പാർട്ടിക്ക് മാത്രമായി കയ്യിലെടുത്ത് യുദ്ധം ചെയ്യാവുന്ന ഒരു വാളല്ല E20 എന്ന പ്രശ്നം. അപ്പോൾ പാറ്റകൾ ജയിച്ചയിടത്ത് ചൂല് വിജയിക്കുമോ എന്നതാണ് പ്രശ്നം. എൻ്റെ അഭിപ്രായത്തിൽ വിജയിക്കയില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ അടിച്ചമർത്താൻ മോദി ഷാ സർക്കാരിന്
യാതൊരു പ്രയാസവുമില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിൽ പൊതുവെ ജനങ്ങൾക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് വലിയ ബഹുമാനമോ അവരെ പറ്റി ഒരു പ്രതീക്ഷയൊന്നുമില്ല. ആ അവസ്ഥയിൽ തങ്ങളെ കൊണ്ടാക്കി വെച്ചത് ഈ പ്രതിപക്ഷ പാർട്ടികളും അവരുടെ നേതാക്കന്മാരും തന്നെയാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ മായാവതി, ബെഹിൻ മായാവതി എന്ന് പറഞ്ഞ ഒരു നേതാവാണ്. അവരെ BMW എന്നാണ് പറയുന്നത്. ബെഹിൻ മായാവതി, വിലയേറിയ ഒരു കാറുമാണ് BMW. അപ്പോൾ അവരെ BMW എന്ന് വിളിക്കുന്നതിൽ മറ്റൊരു ധ്വനിയുമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നത്. അവർ ഭാരതത്തിലെ പിന്നോക്ക വർഗക്കാരുടെ, ദളിതുകാരുടെ ഏറ്റവും സമുന്നതയായ നേതാവാണ്. എന്തുകൊണ്ടാണ് മായാവതി വാ തുറക്കാത്തത്? എത്രയോ പ്രശ്നങ്ങൾ, ദളിതുകളെ ബാധിക്കുന്ന വലിയ ഞെട്ടിപ്പിക്കുന്ന പ്രശ്നങ്ങൾ വന്നു. മായാവതിയുടെ വായിൽ നാക്ക് ഇല്ല. അവർ തനിച്ച് BSP എന്ന അവരുടെ പാർട്ടി തനിച്ച് ഭാരതത്തിലെ ഏറ്റവും രാഷ്ട്രീയമായ പ്രാധാന്യമർഹിക്കുന്ന ഉത്തർപ്രദേശിൽ അധികാരം പിടിച്ചടക്കുകയും അവർ 2 തവണ UPയുടെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തതാണ്. മായാവതിയുടെ വായിൽ നാക്കുണ്ടോ എന്ന് തപ്പി നോക്കിയാലും ഉത്തരം കിട്ടാത്തൊരവസ്ഥയിൽ അവരായിത്തീർന്നു. അത്രമാത്രം പ്രതിപക്ഷം അധപ്പതിച്ചു എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും. അവർ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു സഹകരണമോ ഐക്യമോ ഉണ്ടോ? എന്നാ പറയുക, കീരിയും പാമ്പും പോലെയല്ലേ. അവർ പിന്നെ കേരളത്തിന് വെളിയിൽ പോയി ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഐക്യമാണെന്നൊക്കെ പറഞ്ഞ് ആരും വിശ്വസിക്കയില്ല. തന്നെയുമല്ല, എല്ലാ പാർട്ടികളും ഭരണം അവരുടെ കയ്യിൽ കിട്ടാൽ അവർ ഇച്ചിരി ശർക്കര നക്കി നോക്കും, അല്പം മോഷ്ടിക്കും, ജനങ്ങളെ മറന്നു കളയും. ഇങ്ങനെ വന്ന് ജനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ വിശ്വാസമൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഞാൻ വീണ്ടും പറയുന്നു, അല്പമെങ്കിലും നമ്പാൻ യോഗ്യതയുള്ളത് രാഹുൽ ഗാന്ധിയാണ്. ആ വ്യക്തിയിൽ കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി തൊട്ടു തേച്ചിട്ടില്ല എന്ന ഞാൻ 100% സാക്ഷ്യം പറയാം, സർട്ടിഫിക്കറ്റ് എഴുതി തരാം. അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ. ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഈ രാജ്യത്തെ പ്രയാസവും നിരാശയും അനിഷ്ടതയും അനുഭവിക്കുന്ന ജനങ്ങളുടെ ആവേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നന്മയുടെ ഒരു വലിയ ശക്തിയായി അഴിമതിയെയും അധർമ്മത്തെയും അനീതിയെയും ചെറുത്ത് പരാജയപ്പെടുത്തുവാൻ പര്യാപ്തമായ നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും അച്ചടക്കവുമുള്ള ഐക്യത്തിൻ്റെ എന്താണ് പറയുന്നത്, ആവേശമുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർത്തുവാനുള്ള കെൽപ്പ്, രാഷ്ട്രീയമായ പക്വത, ബുദ്ധി, പരിജ്ഞാനം അദ്ദേഹത്തിനില്ല എന്നതാണ് ഇതുവരെയായി ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇനിയും അദ്ദേഹം ആ തലത്തിൽ വളരത്തില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ രാഹുൽ ഗാന്ധിയെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി കാണുന്ന നിമിഷം മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ BJPയുടെ ഏറ്റവും വലിയ തലവേദനയായി അദ്ദേഹത്തിന് ഉയരുവാൻ സാധിക്കുന്ന. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന നിമിഷം മുതൽ ഭരണകക്ഷിയിൽ ഉള്ള MP-മാർക്കും മന്ത്രിമാർക്കും ശ്വാസം മുട്ടലാണ്, വിറയലാണ്, ഞെട്ടലാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും. ഞാൻ ഈ കാലഘട്ടത്തിൽ വളരെയധികം അങ്ങനെയുള്ള പ്രതികരണങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. പക്ഷെ അതങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ചീത്ത വിളിക്കും. അത്രമാത്രം ബോധമുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ സംഭവത്തിൽ കൂടെ, അതായത് പാറ്റകൾ വിജയിച്ച സാഹചര്യത്തിൽ ചൂല് വിപ്ലവം പരാജയപ്പെടാൻ പോകുന്നു എന്നതിൽ കൂടെ നാം തിരിച്ചറിയേണ്ട ഭാരതത്തിലെ
പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രതിപക്ഷം എന്നാൽ എന്ത്, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ത്, ആ ധർമ്മം നിവർത്തിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികൾ നിലനിർത്തേണ്ട അച്ചടക്കം എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണയും ഒരു ഒത്തുതീർപ്പും ഈ പാർട്ടികളുടെ മധ്യത്തിലില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പ്രതിനിധാനം ചെയ്ത് അവർക്ക് ആശ്വാസം പകരത്തക്കവണ്ണം ഒരു പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുന്നതിൽ ഈ പാർട്ടികൾ തുരുതുര അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരെയും പാർട്ടികളിലും അവരുടെ വിശ്വാസം അർപ്പിക്കുകയില്ല, അവരോട് സഹകരിക്കുകയില്ല. ഇത് മാത്രമാണ് മോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും വലിയ ശക്തി. BJPയുടെ ശക്തി അത് അവരിലുള്ള ശക്തിയല്ല. BJP എന്ന് നിർലോഭമായി അനുഭവിക്കുന്ന ശക്തിയുടെ ഗുണം, അതിൻ്റെ ഉറവിടം ഈ പ്രതിപക്ഷ പാർട്ടിയുടെ പിടിപ്പുകേടാണ്, ഗുണമില്ലായ്മയാണ് എന്നതാണ് ഈ ചൂല് വിപ്ലവത്തിൽ കൂടെ നമുക്ക് കുറച്ചുകൂടെ വെളിപ്പെട്ട് വരാൻ പോകുന്ന സത്യം. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ. പ്രത്യേകിച്ച് കേജ്രിവാളിനും അദ്ദേഹത്തോട് സഹകരിക്കുന്ന മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ്, അങ്ങനെയുള്ള വളരെ ഹെൽപ്പുള്ള ആളുകൾ. എനിക്ക് സഞ്ജയ് സിംഗിനോടും മനീഷ് സിസോദിയയോടും ഒക്കെ വളരെ ബഹുമാനമാണ്, താല്പര്യമാണ്. അവരൊക്കെ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം നല്ലത് തന്നെയാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. എങ്കിലും നന്മ മാത്രം പോരാ, ഇഫക്റ്റീവ്നെസ് കൂടെ വേണം. അത് വരത്തക്കവണ്ണം എപ്രകാരമാണ് പ്രതിപക്ഷത്തെ കരുപിടിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു അർത്ഥവത്തായ അന്വേഷണം ആരംഭിക്കേണ്ട ആവശ്യമുണ്ട് എന്ന യാഥാർത്ഥ്യമെങ്കിലും ഈ അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുവാൻ പാറ്റാ വിപ്ലവം നയിക്കുന്ന ആളുകൾക്കും ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആകമാനവും ഇടയാകട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.